നമസ്കാരം. ഗോപിനാഥ് മുതുകാട് മാജിക്കൽ പ്ലാനറ്റ് ഭിന്നശേഷിയിലെ കുട്ടികൾ, ഇവരുടെ ഒരു വിവാദം ഇങ്ങനെ പല ന്യൂസ് ചാനലുകളിലും പല പല ഫേസ്ബുക്കിലായിക്കോട്ടെ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, മാജിക്കൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ഗോപിനാഥ് മുതുകാടിൻ്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഭിന്നശേഷിക്കാർക്കുള്ള അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട ഓരോരോ ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മാജിക് പഠിക്കണതായിക്കോട്ടെ, പിന്നെ പലതരത്തിലുള്ള ഈ ഡിസബിലിറ്റി ആയ കുട്ടികൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഓരോരോ ആക്ടിവിറ്റികൾ കൊടുത്തിട്ട് അവരിനെ ഒരു ഉത്തേജനം അല്ലെങ്കിൽ അവരിനെ ഒരു നല്ല രീതിയിലുള്ള ട്രാക്കിലോട്ട് കൊണ്ടുവരിക, അവർ സെപ്പറേറ്റ് അല്ല എന്നുള്ളൊരു മനോഭാവത്തിൽ അവരെയും സമൂഹത്തിൽ ഒരു ഇതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ മാജിക്കൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ വരികയാണ്. കാരണം ഭിന്നശേഷിയായ കുട്ടികളെ മുൻനിർത്തി അവരുടെ റേഷനരി തട്ടിയെടുക്കുന്നു, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, അവരുടെ പേരും പറഞ്ഞിട്ട് എല്ലായിടത്തും ഫണ്ട് മേടിച്ചിട്ട് അതിൻ്റെതായ ഒരു സ്കോളർഷിപ്പ് ഒരു കാര്യങ്ങളും ഗോപിനാഥ് മുതുകാട് കൊടുക്കുന്നില്ല. എല്ലാം പുള്ളിക്കാരൻ്റെ പോക്കറ്റിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര രീതിയിലുള്ളൊരു വിവാദം ഗോപിനാഥ് മുതുകാടിന് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്തിടെ നമ്മുടെ യൂസഫ് അലി ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസഫ് അലി സാറ് എത്ര കോടി രൂപ ഇത്ര ഒരു വർഷത്തിൽ ഇത്ര വന്നുകൊണ്ടിരിക്കുക ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയതാണ്. അതിന് പുറമെയാണ് ഈ വിവാദങ്ങളുടെ ഒരു ഉടലെടുപ്പും. അത് പെട്ടെന്നുണ്ടായതാണത്, പക്ഷെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം പുള്ളി ഇങ്ങനെ സ്വന്തം വീട് വിറ്റിട്ട് ആളുടെ കരിയർ തന്നെ സ്റ്റോപ്പാക്കിയിട്ട് ഇനിയൊരു മാജിക്കൽ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ മാജിക് ചെയ്ത് അതൊരു പ്ലാറ്റ്ഫോമേ വേണ്ടാന്ന് പറഞ്ഞിട്ട് മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും ഇതിലോട്ട് ഇറക്കിയിട്ട്, കാരണം ഭിന്നശേഷിയായ കുട്ടികളുടെ നല്ല രീതിയിലുള്ള അവർക്കുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും അവർക്കുള്ള ആക്ടിവിറ്റീസുകളൊക്കെ കൊടുത്ത് വേറെ രീതിയിലുള്ള എന്നുവെച്ചാൽ അതിനകത്ത് തന്നെ ഷോപ്പിംഗ് മാള്, അവരുടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്ലാനായിരുന്നു പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മാജിക്കൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു ഇതന്നെ വന്നത്. അതിന് വേണ്ടിയിട്ട് വീട് കാര്യങ്ങൾ കാറ് അത് എല്ലാം പുള്ളിക്ക് വരുന്ന സമ്പാദ്യം മൊത്തം വിറ്റത് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള വിവാദം. അതിൽ കുട്ടികളുടെ രക്ഷിതാക്കൾ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വന്ന് ഒരു സ്കോളർഷിപ്പ് തരില്ല എന്ന് പറഞ്ഞു, ഇവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞു, ലിസ്റ്റിലുണ്ടെങ്കിൽ തരും, അങ്ങനെ കുറേ വിവാദങ്ങളുമുണ്ട്. കാരണം പലവിടന്നും പല രീതിയിലുള്ള ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഫണ്ടായിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലോട്ട്. വരുമ്പോൾ അതിൻ്റെ അത് വരുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഭിന്നശേഷിക്കായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ അത് എല്ലായിടത്തും വരുന്നത്. ഇതിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഓരോരോ സഹായസ്ഥമായിട്ട് വരുന്ന ആൾക്കാർ. പക്ഷെ അതിന്നൊന്നും ഒരു വിഹിതം ഈ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതുപോലും അവിടെ പോകണം എന്തിനാണ്, അങ്ങനെ ഓരോരോ ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ട്രെയിനിങ്ങിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ അവിടെ ഒരു ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ സ്വന്തം കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്. എന്നിട്ടും ആ കുട്ടികൾക്ക് വേണ്ടത്ര ഈ ഭക്ഷണമോ അങ്ങനെ സ്കോളർഷിപ്പോ പിന്നെ മെഡിസിനും കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ചില മാതാപിതാക്കളുടെ ആരോപണം. അതിലൊരാൾ പറയുന്നത് ഇങ്ങനെയാണ്. കിട്ടുന്നത് ഗോപിനാഥ് മുതുകാട് തന്നെ പറയുന്നത് ഈ കുട്ടികൾ ഭയങ്കര പാവപ്പെട്ട വീട്ടിലാണ്, സാധാരണക്കാരായ കുട്ടികളാണെന്നാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ റേഷൻ നഷ്ടപ്പെട്ട ആ റേഷൻ എങ്ങനെയാണ് ഗോപിനാഥ് മുതുകാടിന് കിട്ടിയത്? അത് ഈ വെൽഫെയർ റേഷൻ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് ഗവൺമെന്റ്. വെൽഫെയർ റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, അതിദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. പല സ്കൂളുകാരും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. സ്കൂളുകാരുമല്ല, ഈ മേഖലയിലുള്ള പലരും പ്രത്യേകിച്ച് ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം അതിനകത്ത് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് 300 കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ 300 കുട്ടികളും അതിദരിദ്രരാണ്, അവർ ഓട്ടിസമുള്ള ആൾക്കാരാണ്, അവർ പാവപ്പെട്ടവരാണ്, അവർ നിരാലംബരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണ്. അപ്പൊ ആ അപേക്ഷ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഇൻസ്പെക്ഷൻ നടത്തുന്നതായിരിക്കും. അത് ആരൊക്കെയാണെന്ന് അറിയത്തില്ല. അപ്പൊ അതിനകത്ത് സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞിട്ടാണ് ആ അപേക്ഷയിലുള്ളത്. അതിന്റെ അംഗീകാരമുള്ള ഒരു കഴക്കൂട്ടത്തിലൊരു ഡിഫറൻറ്റ് ആർട്ട് സെന്റർ എന്ന സ്ഥാപനത്തിൽ ഈ വെൽഫെയർ പെർമിറ്റ് ഇവർ അനുവദിക്കുകയാണ്. അത് ജില്ലാ സപ്ലൈ ഓഫീസറാണ് അനുവദിക്കുന്നത്. ആ ജില്ലാ ഓഫീസർ വെൽഫെയർ അത്
167 പേർക്കാണ് അന്നേരം അത് കൊടുത്തിരിക്കുന്നത്. ആ വെൽഫെയർ റേഷൻ 167 പേരുടെ എണ്ണം വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ അവിടെ എത്രയും പേരുണ്ടായിരുന്നില്ലോ എന്നൊക്കെ അന്വേഷിക്കേണ്ട സമയമാണ്. അതിപ്പോ അതൊന്നും കിട്ടാനുള്ള മാർഗങ്ങളൊന്നുമില്ല. കാരണം അവിടെ എത്ര പേരുണ്ടെന്നുള്ളത് എപ്പോഴും അങ്ങനെ റേഷൻ അനുവദിക്കുന്ന താമസിക്കുന്ന കുട്ടികൾക്കല്ലേ ഇപ്പൊ ശ്രീചിത്ര അവിടെ പഠിക്കുന്നവർക്ക് റേഷൻ അനുവദിച്ചു. കാരണം അറിയാലോ, പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ അവിടെ റേഷൻ അനുവദിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമാണ്. വേറെ ഒന്നുമല്ല, അതെന്തിനാ റേഷൻ എന്നുള്ള കാര്യം. പുള്ളി എല്ലാം വിറ്റ് പെറുക്കി ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ പോരാത്തതിന് പല രീതിയിൽ പല രാജ്യങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് ഇതിലോട്ട് വരുന്ന സമയത്ത്, എന്നുവെച്ചാൽ ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വരുന്ന സമയത്ത് എന്തിനാണ് റേഷൻ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഇതിന്റെ പേരിൽ ഇതിന്റെ മറവിൽ ഇനി വേറെ വല്ല രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തികച്ചും അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വരേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗോപിനാഥ് മുതുകാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇത് നമ്മൾ ഇതുവരെ ഇക്കണ്ട കാലം വരെ നമ്മളത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഇതൊന്നും ഇനി ഉണ്ടായിക്കൂടാ എന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ തലങ്ങും വിലങ്ങും വരും. ഇനിയിപ്പോൾ എന്തിന്റെ മോട്ടീവാണെന്നുള്ള കാര്യം അറിയില്ല. പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, സ്വന്തമായിട്ട് കാറില്ല എന്നുള്ളതൊക്കെയാണ്, സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാതെ. കാരണം എല്ലാം ഇതിലോട്ട് പറഞ്ഞിട്ട് വിടുകയാണ്. പിന്നെ എങ്ങനെ ഇയാൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്ന കാര്യം. അതാണ് അതിലൊരു രക്ഷിതാവ് പറയുന്നത് എങ്ങനെയാണ്? പക്ഷെ ചിത്രയുടെ കുഞ്ഞിന്റെ ഫോട്ടോ ബ്രോഷറിലൊക്കെ ഉപയോഗിച്ചിട്ടില്ല, അതൊക്കെ നിങ്ങളുടെ പെർമിഷനോട് കൂടിയായിരുന്നോ? അല്ല, ഒരിക്കലും അല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അവിടെ നിന്നിട്ട് പുറത്ത് വന്നിട്ട് പ്രതികരിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉത്തരവാണ് എനിക്ക് പറയാനുള്ളത്. ഞാന് അവിടെ നിന്ന് ഇറങ്ങുന്ന തെറാപ്പി കൊടുത്തോണ്ടിരുന്നു. എന്നിട്ട് ഒരു ദിവസം രാവിലെ ചെന്നപ്പം തെറാപ്പി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാരണം ചോദിച്ചപ്പോ അത് ലിസ്റ്റിൽ ഇടുമ്പോഴേ കൊടുക്കാൻ പറ്റും, ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും തെറാപ്പി വേണ്ട ഒരു കുട്ടിക്ക് അതുപോലും നിഷേധിക്കുന്നുവെങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് വെച്ചാണ് ഞാൻ അവിടെ നിന്ന് മതി. കാരണം അതിനു മുമ്പ് അവൻ പഠിച്ചിരുന്ന സ്പെഷ്യൽ സ്കൂളിൽ അവനെല്ലാം കിട്ടിയിരുന്നു. അപ്പോ ഇവിടെ ഈ കലാപരമായ കഴിവ് വളർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നത്. അപ്പൊ അതും ഇവിടെ ഇല്ല. അങ്ങനെ വേണ്ടുന്ന ഒരു മിനിമം തെറാപ്പി പോലും ഇല്ലെങ്കിൽ പിന്നെ അവിടെ വിടുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി തിരിച്ച് പഴയ സ്കൂളിൽ അവനെ ആക്കി. അപ്പൊ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കാൻ പോയില്ല. അപ്പൊ അതിന് മുന്നേ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മോന്റെ ഫോട്ടോ അതിനുള്ളിൽ ഇപ്പൊ അവിടെ പോകുന്നവർക്ക് അറിയാം, അവിടുത്തെ ഫുഡ് കോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ബബിൾസ് ഊതുന്ന ഒരു പടം വെച്ചിട്ട് അവിടെ ചാരിറ്റി ചോദിച്ചുകൊണ്ട് ഒരു ക്യാപ്ഷൻ വെച്ചൊരു പടം വെച്ചിട്ടുണ്ട്, അവന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ പ്രതികരിക്കാൻ വേണ്ടി പോയപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട ഇപ്പൊ പ്രതികരിക്കണ്ട, കാരണം അവൻ പഠിക്കുന്ന സ്ഥാപനത്തിനകത്താണ് വെച്ചേക്കുന്നത്. അത് ശരിക്കും ചാരിറ്റി ചോദിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാലും ഇപ്പം നീ പ്രതികരിക്കേണ്ട, പോട്ടെ കേട്ടെന്ന്. അങ്ങനെ ഞാൻ പ്രതികരിക്കാതിരുന്നു. അത് കഴിഞ്ഞ്, കാരണം അവിടെ വരുന്ന ഞങ്ങളുടെ നാടാണ്, അവിടെ വരുന്നവരെല്ലാം ഇത് കാണുന്നുണ്ട്. പലരും എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് പൊതുവായിട്ട് വെച്ചേക്കുന്നതല്ലേ, അത് അവന് വേണ്ടി ചാരിറ്റി ചോദിച്ചല്ല എന്നുള്ള പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാനിവിടെ അമേരിക്കയില് ജേവൻ ഓക്കെ. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇതാണ് പറയുന്നത്, അവർക്ക് കൊടുക്കാനുള്ള മെഡിസിനും സ്കോളർഷിപ്പും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം ഇങ്ങനെയുള്ള മെഡിക്കൽ പരമായിട്ടുള്ള ഒരു ഇത് വരുന്ന സമയത്ത് അവർ ലിസ്റ്റിൽ പേരുള്ളവർക്ക് കൊടുക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ശരിക്കും അത് ചെയ്യുന്നത് ഒരു നെറുകേടല്ലേ? അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരു നെറുകേടല്ലേ? കാരണം കലാകായികപരമായിട്ടുള്ള ഒരു ഇതിൽ ഭിന്നശേഷിയായ കുട്ടികൾ കലാകായികപരമായിട്ട് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇതിൽ നടക്കുന്ന ഈ ഒരു മാജിക്കൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ഇതിൽ ഇത്രയും ഇൻവെസ്റ്റേഴ്സ് ഈ പണം കൊണ്ടുവന്ന് ഇതിൽ കൊട്ടുന്നത്, ഇവർക്ക് എന്ത് തന്നെ ഈ കുട്ടികൾക്ക് എന്ത് തന്നെ ഒരു അസൗകര്യം ഉണ്ടെങ്കിലും അത് നികത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസഫലിനെ പോലുള്ള വലിയ വലിയ ആൾക്കാർ കൊണ്ടുവന്ന് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് ലിസ്റ്റിൽ പേരുണ്ടെങ്കിലേ കുട്ടിക്ക് തരുള്ളൂ. ഇപ്പോൾ അടുത്ത ലിസ്റ്റിൽ നോക്കാം എന്ന് പറയണതിൽ ഒരു അർത്ഥവുമില്ല. കാരണം എന്തെങ്കിലും ഒരു ചികിത്സ ആ സമയത്താണ് വേണ്ടത്, ചികിത്സ എന്നുള്ളത്. അല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾ സൗകര്യത്തിന് ചെയ്യുന്നത് അത് തികച്ചും മോശമായിട്ടുള്ള കാര്യം. ഇത് ഒരു കുട്ടിൻ്റെ അമ്മയാണ് പറയുന്നത്, അവിടെ പഠിപ്പിക്കാൻ വിടുന്നത്. അതോ അമ്മ പറയുന്നു കലാകായികപരമായിട്ട് കുറച്ച് മുന്നേറ്റം കിട്ടിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതിന് മുമ്പ് പോയ അവിടെ നല്ല രീതിയിൽ ഫെസിലിറ്റീസ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കലാകായികപരമായിട്ട് നമ്മളറിയാലോ, ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞൊരു മജീഷ്യൻ്റെ കീഴിൽ നടക്കുന്ന ഇത്രയും പേര് കേട്ട ഒരാൾ ഒരു ഇത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആൾക്കാരുടെ ശ്രദ്ധ അതിലോട്ട് പോയി ചിലപ്പോൾ അതിലോട്ട് ചേർക്കും.
കാരണം ഇത്രയും ഇൻവെസ്റ്റേഴ്സ് വരികയാണ്, കാരണം എല്ലാ ഫെസിലിറ്റീസും എന്ന് പറയുമ്പോൾ. പക്ഷെ അതിന്റെ മറവിൽ ഇങ്ങനെ വല്ലതും നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിന് പുറമെ ഈ ഗോപിനാഥ് മുതുകാടിന്റെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ, മറുനാടനിൽ വന്ന ഒരു ഇന്റർവ്യൂവിൽ പുള്ളിയും പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഇതും ചെയ്തിട്ടില്ല, ഇതൊക്കെ ആരോപണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്ത് എൻ്റെ എല്ലാം വിറ്റ് പെറുക്കിയിട്ട് അതിലിട്ട് ഇതിലൊരു മായോ മന്ത്രമൊന്നും ഒരാളുടെ റേഷനോ ഒരാളുടെ ആനുകൂല്യങ്ങൾ ഞാൻ തട്ടിയെടുത്തിട്ടില്ല, ഈ പൈസയൊന്നും തട്ടിയെടുത്തില്ല പറഞ്ഞിട്ട് പുള്ളി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടേക്കാണ്. ഞാനിപ്പോൾ ജീവിക്കുന്ന വീട്ടിലേക്കൊന്ന് വരും. ആദ്യം ഞാൻ വിറ്റ വീടൊന്ന് കാണാം, അപ്പോൾ തന്നെ മനസ്സിലാവും ഞാനും എൻ്റെ വൈഫും മോനും ഇപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത്. വൈഫിൻ്റെ അമ്മയുണ്ട് അവിടെ, ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവിടെ നോക്കുക ആദ്യം. അത് മാത്രം മതിയാവും അതിനകത്ത്. വിൽക്കാൻ കാരണം ഈ മാജിക് പ്ലാന്റ് തുടങ്ങാൻ സമയത്തുള്ള കടം കയറലായിരുന്നു. അത് കഴിഞ്ഞ സമയത്ത് ആ വീട് വിൽക്കേണ്ടി വന്നു. അതൊരു വലിയ വീടായിരുന്നു, നല്ല വില കിട്ടുന്ന വീടായിരുന്നു. ആ വീട് വിറ്റു. അതെല്ലാം ഈ മാജിക് അക്കാഡമി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അതിലേക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നു. ഞാൻ അന്നൊന്നും ഇങ്ങനെ ഇപ്പോൾ അന്നൊക്കെ തന്നെ എന്നോട് മറ്റുള്ളവരൊക്കെ പറയുമായിരുന്നു, കാരണം ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അത് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് പോകും. എല്ലാം അതിലേക്ക് കൊടുത്തു. ഇത്തരം വിമർശനങ്ങൾ വരും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിന് കൂടി വിചാരിച്ചിട്ടില്ല. ഇല്ല, കാരണം ഞാൻ വളരെ സതുദ്ദേശത്തോടു കൂടി എപ്പോഴും ഞാൻ നമ്മുടെ സ്റ്റാഫിനോട് എല്ലാവരോടും പറയുന്നു, വളരെ ട്രാൻസ്പെറൻ്റ് ആവണം എല്ലാ കാര്യങ്ങളും, അക്കൗണ്ട്സ് എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആവണം എന്ന് പറയുമ്പോൾ ഈ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു, ഈ മക്കൾക്ക് എത്രമാത്രം മാറ്റം ഉണ്ടായി, ഓരോ അമ്മമാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ അമ്മമാരോട് ചോദിച്ചാൽ മതി, എന്നോടൊന്നും പറയണ്ട. ഈ അമ്മമാർ മുഴുവൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട്, അവരുടെ പാരൻസ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട്, ഈ കുട്ടികൾ ആദ്യം വരുന്ന സമയത്തുണ്ടായിരുന്ന അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ്, ഇതൊരു വലിയ സംരംഭമാക്കി മാറ്റണം, ഇതൊരു റോൾ മോഡലാക്കി മാറ്റണം. അപ്പോൾ ഞാൻ ആകെ ചെയ്യുന്ന കാര്യം എന്താണ്, മറ്റുള്ള രാജ്യങ്ങളിൽ 10-45 വർഷം മാജിക്കിന്റെ കണ്ടില്ലേ, ഇതാണ് ഗോപിനാഥ് മുതുകാടിന്റെ സൈഡ്. മറ്റവർ പറയുന്നത് അത് എന്താണ്, പെട്ടെന്ന് ഈ ഒരു മാജിക് പ്ലാന്റിനെതിരെ ആൾക്കാർ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്താണ്, അതിൻ്റെ ശരിക്കത്തെ തെളിവ് കാര്യങ്ങളൊന്നും ഇതുവരെ വെളിയിൽ വിടാനോ അതൊന്നും പറ്റിയിട്ടില്ല. ഇത് കറക്റ്റ് ഒരു സമഗ്ര അന്വേഷണത്തിൽ തന്നെ അതിപ്പോൾ നിലവിൽ ആവശ്യമായിട്ട് വരുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു ഭിന്നശേഷിക്കാരൻ്റെ അടുത്തൊക്കെ ആരോപണമാണ്, ഭിന്നശേഷിക്കാരൻ്റെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ചെറ്റത്തരം ചെയ്യാന്നുണ്ടെങ്കിൽ അത് ശരിക്കും അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മറിച്ച് ഇതൊരു ഫേക്കാണ് എന്നുണ്ടെങ്കിൽ ഗോപിനാഥ് മുതുകാടിൻ്റെ ഒപ്പം ന്യായം നിൽക്കും, അല്ലെങ്കിൽ ജനങ്ങൾ നിൽക്കും എന്നുള്ളതിൽ യാതൊരു വിധ സംശയവും വേണ്ട. അത് തന്നെയാണ് നമുക്കും തന്നെയാണ്. കാരണം ഗോപിനാഥ് മുതുകാടിനെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും ആരോപണമാണ്, ഞാൻ ചെയ്തു എന്നല്ല. പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ, ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരനെ മുന്നിട്ട് നിർത്തിയിട്ട് ഇതിൻ്റെ അടുത്ത് മൊത്തം ഈ കിട്ടുന്ന പൈസ മൊത്തം ചാപ്പാടടിക്കുന്ന ഒരാളായിട്ട് എനിക്ക് പേഴ്സണലി അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്തോ അറിയില്ല, അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതൊക്കെ അറിയാം ഇതെന്തൊക്കെയാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അവർക്ക് ഒരു ഷോപ്പിംഗ് മാൾ, എന്താ പറയുക 10-15 ഷോപ്പുകൾ ഉണ്ടാക്കണം, ടൈലറിങ് യൂണിറ്റുകൾ ഉണ്ടാക്കണം. അതെല്ലാം സജ്ജീകരിച്ചു. അതൊരു സെപ്പറേറ്റ് സൊസൈറ്റിയാക്കി രജിസ്റ്റർ ചെയ്തു. അവരുടെ സാമ്പത്തിക ഇടപാടുമായിട്ട് നമ്മൾ യാതൊരു ബന്ധവുമില്ല. അത് അവർ സെപ്പറേറ്റ് ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറുമായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യണം, അമ്മമാർ തന്നെ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ഡെവലപ്പ്. തെറാപ്പി യൂണിറ്റ്, ഈ കുട്ടികൾക്കെല്ലാം അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നത്. അതെ അത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വന്നു. സ്പോർട്സ്, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, കൃഷി ചെയ്തുകൊണ്ട് കുട്ടികളെ തെറാപ്പി നടന്നു. ഇതെല്ലാം കൂടി സമന്വയിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഇതിനെ മാറ്റിയത്. ഏതാണ്ട് 20 കോടിയോളം അതിന് തന്നെ ചിലവായി. എല്ലാം കൂടി അത്രയായി. പിന്നെ ആണ് നമുക്ക് കാസർഗോഡ്, ഈ സമയത്ത് കാസർഗോഡാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയും കൂടി ഒരു സെൻറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതും അതും കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് സന്തോഷമായിട്ട് മടങ്ങി പോവാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ ഒരു കുറേ ആളുകളുടെ സാമ്പത്തിക സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു 20 ഏക്കേഴ്സ് ലാൻഡ് ട്രസ്റ്റിൻ്റെ പേരിൽ, ഈ ഇതിൻ്റെ സൊസൈറ്റിയുടെ പേരിൽ മേടിച്ചു. റോഡിൽ നിന്നുള്ള വഴി പിന്നെ മേടിച്ചു. ഇപ്പം ലാൻഡായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളതിനകത്ത് ശേഷം എന്ത് ചെയ്തു, ഡൽഹിയിൽ നിന്നുള്ള പാരാലിമ്പിക്സ് കമ്മിറ്റി ഇവരെല്ലാം വിളിച്ചിട്ട് നമ്മളൊരു ഒരു മീറ്റിംഗ് വെച്ചു. ഇതിനകത്ത് സോഷ്യൽ സെക്യൂരിറ്റി എന്താ പറയുക, സാമൂഹ്യ വകുപ്പിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ വിളിച്ചൊരു മീറ്റിംഗ് വെച്ചിട്ട് ഇതെങ്ങനെയായിരിക്കണം എന്താ തീരുമാനമായി. എൻ്റെ മാസ്റ്റർ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരം വിവാദങ്ങളും പ്രശ്നങ്ങളും വരുന്നത്. ഇതിലേക്ക് ഈ വിവാദങ്ങളുടെ ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫണ്ടിനെ കുറിച്ചുള്ള ഒരു സംശയം പലർക്കും ഉണ്ടെന്നുള്ള. എങ്ങനെയാണ് ഫണ്ടിങ്? എങ്ങനെയാണ് ഫണ്ടിങ്? ക്രിസ്റ്റൽ ക്ലിയർ ആണ് എല്ലാ ഫണ്ടിങ്ങും. ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിതിനകത്ത് ക്യാഷ് ആയിട്ട് നമ്മൾ
ഫണ്ട് മേടിക്കുന്നില്ല, ക്യാഷ് ആയിട്ട് ഫണ്ട് വാങ്ങുന്നില്ല. ഇല്ല. അതായത് ഇൻകം ടാക്സിൻ്റെ റൂൾ പ്രകാരം ഇത്തരം ചാരിറ്റബിൾ സൊസൈറ്റീസ് 2000 രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് മേടിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഷോ വരുന്നവർക്കോ ഇവിടെ വന്നിട്ട് ഡൊണേറ്റ് ചെയ്യാം. ഇതാണ് മുതുകാടിൻ്റെ സൈഡ്. കാസർഗോഡ് തുടങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആരോപണവും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഈ പൈസൻ്റെ ഇടപാട്, ഈ പൈസ മൊത്തം മുതുകാടിൻ്റെ പോക്കറ്റിലേക്ക് പോകുന്നു, റേഷൻ മേടിക്കുന്നത് മുതുകാടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളാണ് വരുന്നത്. അത് എത്രത്തോളം വാസ്തവമാണ്, എത്രത്തോളം നുണയാണോ എന്നുള്ള കാര്യമൊക്കെ അതിന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ആരോപണങ്ങൾ എന്നും എല്ലാ പ്രസ്ഥാനത്തിലോടും വരുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെയാണ് ഈ മുതുകാട്. പക്ഷെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരാളുടെ അടുത്താണ് വന്നത്. കാരണം ഒരു തരത്തിലും ഒരാളുടെ അടുത്തും ഒരു ഇതിനും നമ്മളൊരു ആരോപണമായിട്ട് ഇപ്പോൾ നിലവിൽ മുതുകാടിനെ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ് അറിയാം. എന്തായാലും ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടുന്ന ആനുകൂല്യം തട്ടിപ്പറിച്ച് പോക്കറ്റിടുകയാണെങ്കിൽ അവരൊന്നും നേരെ മുകളിലോട്ട് മടങ്ങില്ല എന്നുള്ളത് തന്നെയാണ് പരമാർത്ഥം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ഒരു ആരോപണമായിട്ട് നിൽക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹവും. നിലവിൽ ഇതിലൊരു സത്യം ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, കുട്ടികളാണ്, കുട്ടികളുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മുതുകാടിനെ പോലെയുള്ള അത്രയും വലിയൊരു രോഗപരിചയമുള്ള അല്ലെങ്കിൽ ഇതിനുള്ള ഒരാൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിലും. പക്ഷെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഇതിൻ്റെ സത്യാവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ അനുഭവിക്കാൻ മുഴു ബാധ്യസ്ഥനാണ്.